ഗവർണർക്ക് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്ക് ABVPക്കാരെ നാമനിർദ്ദേശം ചെയ്ത ചാൻസലറുടെ നടപടിക്കുള്ള സ്റ്റേ ഹൈക്കോടതി വീണ്ടും നീട്ടി. ഈ മാസം 13 വരെയാണ് സ്റ്റേ നീട്ടിയത്. കേരള സർവകലാശാല സെനറ്റിലേക്ക് ABVPക്കാരെ നാമനിർദ്ദേശം ചെയ്തതുമായി ബന്ധപ്പെട്ട് 4ാം തവണയാണ് ചാൻസലറായ ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. സെനറ്റിലേക്ക് VC നൽകിയ പട്ടിക തള്ളിക്കൊണ്ട് ചാൻസലർ സ്വന്തം നിലയിൽ ശുപാർശ ചെയ്തവരിൽ 4 പേരുടെ നിയമനം കോടതി കഴിഞ്ഞ ഡിസംബർ 12-ന് സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേ നീക്കണമെന്ന ചാൻസലറുടെ ആവശ്യം കോടതി നിരസിക്കുകയും ചെയ്തിരുന്നു. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിച്ചപ്പോൾ എതിർകക്ഷികളും ചാൻസലർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികളുമായ ABVP പ്രവർത്തകർ തങ്ങൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹാജരാകുമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് ഈ മാസം 13-ലേക്ക് മാറ്റിയ കോടതി ചാൻസലറുടെ നടപടിക്കുള്ള സ്റ്റേ അന്നുവരെ നീട്ടുകയും ചെയ്തു. സെനറ്റിലേക്ക് ആരെ നാമനിർദ്ദേശം ചെയ്യണമെന്നത് തൻ്റെ വിവേചനാധികാരമാണെന്നായിരുന്നു ചാൻസലറുടെ വാദം. എന്നാൽ VCയുടെ പട്ടിക തള്ളി ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് അധിക യോഗ്യതയാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. സർവകലാശാലയിലെ റാങ്ക് ജേതാക്കളായ 4 വിദ്യാർത്ഥികൾ, കലാപ്രതിഭ, ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കായികതാരം എന്നിവർ ഉൾപ്പെടുന്ന പട്ടികയാണ് VC ചാൻസലറായ ഗവർണർക്ക് നൽകിയത്. എന്നാൽ അവരെയെല്ലാം ഒഴിവാക്കിയാണ് ABVPക്കാർ ഉൾപ്പെടെ 17 പേരെ ഗവർണർ സ്വന്തം നിലയിൽ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഇത് ചോദ്യം ചെയ്താണ് VC നൽകിയ പട്ടികയിലെ 4 വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹ്യൂമാനിറ്റീസ്, സയൻസ്, കല, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്നവരെയാണ് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യേണ്ടതെന്നിരിക്കെ ഗവർണർ ഈ മാനദണ്ഡം പൂർണ്ണമായും ലംഘിച്ചുവെന്നാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദം. സർവകലാശാലാ നിയമം 17(3) പ്രകാരം യോഗ്യതയുള്ളവരല്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്നും ചാൻസലർ ശുപാർശ ചെയ്ത 4 പേരെയും പുറത്താക്കണമെന്നും വിദ്യാർത്ഥികൾ സമർപ്പിച്ച റിട്ട് ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.